നമസ്കാരം. ഇന്ന് നമ്മുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന രണ്ട് വിശിഷ്ട വ്യക്തികളാണ്. മറ്റാരുമല്ല, ദാസേട്ടൻ കോഴിക്കോടും രേണു ചേച്ചിയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരുമാണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾ. നമസ്കാരം. ഓക്കെ, നമുക്ക് ദാസേട്ട, രേണു ചേച്ചി, നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഇപ്പൊ നല്ല രീതിയിൽ നിങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. പക്ഷെ അതിനടിയിൽ വരുന്ന ഒരുപാട് മോശപ്പെട്ട കമന്റുകളാണ്, പ്രത്യേകിച്ച് രേണു ചേച്ചിയെ കുറിച്ചുള്ള കമന്റുകളാണ് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം? അല്ല, വിവാദങ്ങളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ. എങ്ങനെ ചെയ്യണം, ആരോടൊപ്പം വീഡിയോ ചെയ്യണം, ഏത് രീതി ചെയ്യണം എന്നുള്ള എന്റെ ഇഷ്ടമല്ലേ. മറ്റുള്ളവരുടെ ഇതിൽ എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്റെ ഇഷ്ടമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ദാസേട്ടനായിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. തൊട്ടഭിനയിച്ചു, കെട്ടിപ്പിടിച്ചു, എന്തെല്ലാം വിവാദങ്ങൾ ഓരോരുത്തർ പറയുന്നു. എനിക്കിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് മനസ്സിലായി ചേച്ചി. ദാസേട്ടനോട് അടുത്ത് ചോദിക്കാനുള്ളത്, ദാസേട്ടനെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഒരു അഭിപ്രായമുണ്ട്, ദാസേട്ടൻ ഒരു പെണ്ണുപിടിയനാണെന്ന്. അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പെണ്ണുപിടിയെന്നൊക്കെ പറഞ്ഞു നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പെണ്ണുപിടിയെന്നാണോ പറയുന്നത്? ഓരോരുത്തർ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് നമുക്ക് ഓരോ കമന്റ് ഇടുന്നതും പറഞ്ഞ് നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ സ്വഭാവം അറിയാം. ഞാൻ ഒരുപാട് പേരുമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും ആരും ഞാനൊരു പെണ്ണുപിടിയെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ളത്? മറ്റുള്ളവർക്ക് പല അഭിപ്രായങ്ങൾ പറയാം. ഇപ്പം ഞാൻ രേണുവായിട്ട് ആ വീഡിയോ ചെയ്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ രേണു എന്ന് വന്ന നെഗറ്റീവ് കമന്റ് കൂടെ എനിക്ക് വന്നത്. ഞാനിപ്പോൾ ഒരു 10, 40, 50 പേരുമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനുമായിട്ട് സഹകരിക്കുന്ന, വർഷങ്ങളായിട്ട് സഹകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനൊന്നും. അപ്പൊ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ചേച്ചിയെ കുറിച്ച് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു ചെറിയ ആളൊരു പെൺവേഷം കിട്ടി എന്നൊരു രീതിയിലാണ് ചേച്ചിയെ കുറിച്ചുള്ള കമന്റുകൾ ഇത് കാണുന്നത്. ഒരു സ്ത്രീവേഷം കിട്ടിയ രീതിയിലുള്ള ഒരു ലുക്കാണെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് ചേച്ചിക്ക് പറയാനുള്ളത് എന്താണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ സമ്മതിച്ചു. എനിക്കിപ്പോ ഞാനൊരു ആണ് പെൺവേഷം കിട്ടിയ പോലെ ഇപ്പൊ ആര് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാര്യം ഞാൻ അങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ ലുക്ക് ഒരു ആൺവേഷത്തിലാണ്. ഞാൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ ഡ്രസ്സ് ഊരി മാറ്റി നിങ്ങൾ ഇത് ധരിക്കാതിരിക്കുന്നത്. അത് മാത്രമല്ല, അല്ല, ഒരാളെ ഒരിക്കലും അങ്ങനെ ബോഡി ഷെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ അത് കേസ് കൊടുക്കാൻ, നിയമപരമായിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഇപ്പൊ ഒരു വീഡിയോസ് ചെയ്യുന്ന പറഞ്ഞ് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. നോക്കാറുണ്ട്. നമുക്കത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അല്ലേ? ഇത് എനിക്ക് പ്രശ്നമില്ല, ഈ ദാസേട്ടന്റെ ഫാമിലിക്ക് പ്രശ്നമില്ല. കണ്ടു നിൽക്കുന്നവർക്കാണോ ഈ കുഴപ്പം? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കോ. കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ എന്താ കളിയാക്കുന്നവര് അവരെന്തെങ്കിലും നമുക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഒന്നും കൊടുക്കാതെ തന്നെ അവരിങ്ങനെ കളിയാക്കി, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി, പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ചേച്ചി കുറിച്ച് അടുത്ത വിവാഹം കേട്ടത് ചേച്ചി അടുത്ത് മാരേജ് ചെയ്യാൻ പോകുന്നുണ്ട്.